അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യമാണ് ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് കർത്താവ് എൻ്റെ ഉള്ളിൽ പ്രേരണ തന്നത്. ആക്ട്സ് ചാപ്റ്റർ 23 വേഴ്സ് 11. വളരെ പരിചിതമായ ഒരു വാക്യത്തിനകത്താണ് ഇന്ന് നിങ്ങളോട് പറയാൻ കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുന്നത്. രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്നു. രാത്രിയിൽ കർത്താവ് അവൻ്റെ അടുക്കൽ നിന്നു. ധൈര്യമായിരിക്ക, നീ എന്നെക്കുറിച്ച് യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു. പ്രാർത്ഥിക്കുന്നൊരു ദൈവമനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ ആഴമേറിയ ഇടപെടലാണ് ഈ വാക്യത്തിനകത്തെ ചരിത്ര പശ്ചാത്തലം. എല്ലാവരും കൈവിടുമ്പം ദൈവം കൈവിടാത്തവനാണെന്നും എല്ലാവരും ഉപേക്ഷിച്ചാലും ദൈവം ഉപേക്ഷിക്കാത്തവനാണെന്നും ഒക്കെയാ ഈ വാക്യത്തിനകത്ത് തരുന്ന ആത്മീയ ചിന്തകൾ. അപ്പം നേരം നമ്മൾ ആ വാക്യത്തിനകത്ത് നിന്നുകൊണ്ട് ആ വചനത്തെ ധ്യാനിക്കാൻ പോവുക. പൗലോസിന് അറിയായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പോകുകയാണെന്ന്. പൗലോസിന് വ്യക്തമായി അറിയായിരുന്നു. യെരുശലേമിൽ വെച്ച് ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ വെച്ച് നടന്ന ഒരു സംഭവത്തെയാണ് ഇവിടെ വിവരിക്കുന്നത്. പൗലോസ് ഇവിടെ പോരുന്നതിന് മുമ്പ് അഗബോസ് എന്ന് പറയുന്ന പ്രവാചകൻ പൗലോസിനോട് പറഞ്ഞിരുന്നു, യെരുശലേമിൽ വെച്ച് നീ ബന്ധിക്കപ്പെടുവെന്ന്. പൗലോസ് പറയുകയല്ല, ബന്ധിക്കപ്പെടുക അല്ല, മരിക്കാൻ വരെ ഞാൻ തയ്യാറായെന്നാ പൗലോസ് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ദൈവത്തിന് സ്തോത്രം. കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു മനുഷ്യന് സാഹചര്യത്തെ ഒന്നും ഭയമില്ല. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒട്ടും ഭയമില്ല. അതിനെയൊക്കെ അതിജീവിക്കുന്ന ഒരു ദൈവകൃപയാണ് അവന് മേൽ വ്യാപരിക്കുന്നത്. ഇവിടെ നമ്മൾ ആ വചനത്തിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിൽ 3 ദൂത് ഇവിടെ ഉണ്ട്. പൗലോസിന് വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടപ്പം കർത്താവ് അവൻ്റെ അരികിൽ നിന്നു. കേട്ടോ, നാട്ടുകാർ മുഴുവൻ എതിരി നിൽക്കുമ്പം കർത്താവ് പ്രാർത്ഥിക്കുന്നവൻ്റെ അരികിൽ. 2, അരികിൽ നിൽക്കുക മാത്രമല്ല, ദൈവം അവനോട് സംസാരിച്ചു. എന്തുവാ സംസാരം? ധൈര്യപ്പെട്. ഇനിയും ഒരു വാക്തത്വം കൂടെ കൊടുക്കുക, നീ ഒന്നും പേടിക്കരുത്. ചിലരൊക്കെ കഠിന തീരുമാനമെടുത്ത് വെളിയിലുണ്ട്. നിന്നെ കൊന്നല്ലാതെ പച്ചവെള്ളം കുടിക്കത്തില്ലെന്ന് ചിലർ പറയുന്നുണ്ട്. നീ പേടിക്കരുത്. നീ യെരുശലേമിൽ സാക്ഷിയായ പോലെ റോമിലും സാക്ഷിയാവും. ഓ ഹല്ലേലൂയ. ഞാൻ പറയുന്നൊരു കാര്യം ശ്രദ്ധിച്ചു കേട്ടെ. മനുഷ്യൻ്റെ വാക്കിനെ ശ്രദ്ധിക്കരുത്. ദൈവം എന്തു സംസാരിക്കുന്നു, ദൈവം എന്തിടപെടുന്നു, അതൊക്കെയാണ് ഇതിനകത്തെ ചിന്ത. അപ്പോസ്തല പ്രവൃത്തി 21-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. പിറ്റേന്നാൾ ഞങ്ങൾ പുറപ്പെട്ട് കൈസരിയിലെത്തി. 7 ഒരുവനായ ഫിലിപ്പോസ് എന്ന സുവിശേഷകന്റെ വീട്ടിൽ ചെന്നു. കണ്ടോ, പൗലോസും കൂട്ടരും 7 ഒരുവനായ ഫിലിപ്പോസ് എന്ന സുവിശേഷകന്റെ വീട്ടിൽ ചെന്നു. ഈ ഫിലിപ്പോസ് തന്നെയാണ് പരിശുദ്ധാത്മാവ് എടുത്തുകൊണ്ട് നടന്ന ഫിലിപ്പോസ്. ദൈവത്തിന് സ്തോത്രം. ഈ ഫിലിപ്പോസിനെ കുറിച്ച് ഒത്തിരി പ്രസംഗിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ സമയം അനുവദീനമല്ല. നോക്കിയേ, ഫിലിപ്പോസിന്റെ വീട് 2 നില ആയതുകൊണ്ടും സെൻട്രലൈസ് ആയതുകൊണ്ടും അല്ല പൗലോസ് അവിടെ പോയത്. സ്തോത്രം. പ്രാർത്ഥിക്കുന്നവൻ്റെ വീട്ടിൽ പോയാൽ ഒരു പ്രത്യേക അനുഗ്രഹമാണ്. ഒരാമയും വരുന്നില്ല. പെയിൻ്റൊക്കെ അടിച്ചിട്ട് കുറച്ച് നാളായെങ്കിലും ആ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ ഭയങ്കര അനുഗ്രഹമാണ്. ചില വീടുകളിൽ കണ്ടിട്ടില്ലയോ, ചെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ പ്രാർത്ഥന നിർത്താൻ തോന്നുകയില്ല. ചില വീട്ടിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ആരാണ്ട് കൊങ്ങായിക്ക് പിടിക്കുന്നപോലെ തോന്നും. തൊണ്ടയിലെ വെള്ളം പറ്റി, വായിലെ വെള്ളം പറ്റി. എന്നാ കാര്യം? അവരുടെ വീട്ടിൽ ആരും പ്രാർത്ഥിക്കുന്നവരില്ല. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, നിൻ്റെ വീട്ടിൽ ഇലക്ട്രിസിറ്റി ഉണ്ടോയെന്നല്ല, നിൻ്റെ വീട്ടിൽ സ്തോത്രം സെൻട്രലൈസ് ചെയ്യാന്നോന്നല്ല, നിൻ്റെ വീട് പ്രാർത്ഥിക്കുന്ന വീടാണോ? ആണെങ്കിൽ നിൻ്റെ വീട് രക്ഷപ്പെടുക തന്നെ ചെയ്യും. വലിയ വീട് പണിയാൻ എളുപ്പമാണ്, പ്രാർത്ഥിക്കുന്നവരുണ്ടാകാനാ പ്രയാസം. നിങ്ങൾക്കറിയാം, എഞ്ചിനീയറെ കിട്ടും, ഡോക്ടറെ കിട്ടും, നേഴ്സിനെ കിട്ടും, സ്തോത്രം ജോലിക്കാരെ കിട്ടും. പക്ഷെ കിട്ടാത്തൊരു കൂട്ടർ പ്രാർത്ഥിക്കാൻ ആളില്ല. ചോദ്യം, ഞാൻ ഇടിവിൽ നിൽക്കാൻ ഒരു പുരുഷനെ അന്വേഷിക്കുന്ന യഹോവ പറയാം, ആരുണ്ട്? ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് കരയാൻ ഒരാളെ ഞാൻ അന്വേഷിക്കുന്നു, ആരുണ്ട്? ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ ആളെ വേണം. പ്രാർത്ഥിക്കുന്നവൻ കർട്ടന് പുറകിലാണ്. പ്രാർത്ഥിക്കുന്നവരാരും രംഗത്ത് വരത്തില്ല. പ്രസംഗകർ സ്റ്റേജേ വരും, പക്ഷെ പ്രാർത്ഥിക്കുന്ന ആൾ സ്റ്റേജേ വരത്തില്ല. പക്ഷെ പ്രാർത്ഥിക്കുന്നവനെ ദൈവം അറിയുന്നുണ്ട്. അപ്പം ഫിലിപ്പോസിൻ്റെ പ്രത്യേകത ഞാൻ പറയാം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഫിലിപ്പോസിൻ്റെ കുടുംബം പോലെ നമ്മുടെ കുടുംബം ആകണം. ഫിലിപ്പോസിന്റെ പിള്ളേരുടെ കാര്യം കേട്ടെ, ദൈവത്തിന് സ്തോത്രം. അവന് കന്യകമാരും പ്രവചിക്കുന്നവരുമായ 4 പുത്രിമാരുണ്ടായിരുന്നു. എഴുതിയേക്ക, ഫിലിപ്പോസിനെ പ്രവചിക്കുന്ന 4 പെൺപിള്ളേര്. കണ്ടോ, സ്തോത്രം.
ആത്മാവ് എടുത്തുകൊണ്ട് നടക്കുന്നെങ്കിൽ അവൻ്റെ പിള്ളേരും പ്രവചിക്കാൻ തുടങ്ങും. നീ പാട്ടും പ്രാർത്ഥനയും നടത്തുമെന്ന് നിന്റെ പിള്ളേരെ കൂടെ പിടിച്ചിരുത്തി പ്രാർത്ഥിപ്പിച്ചാൽ അവർക്കും അനുഗ്രഹം കിട്ടും. കണ്ട മിണ്ടുന്നില്ല. ചിലർക്ക് സീരിയൽ കണ്ടാൽ ഉറക്കം വരത്തില്ല, പക്ഷെ പ്രാർത്ഥിക്കാനിരുന്നാൽ ഉറക്കം വരും. രാത്രി മുഴുവൻ ഫേസ്ബുക്ക് കണ്ടോണ്ടിരുന്ന ഒരു കോട്ടുവായും വരത്തില്ല, പക്ഷെ പ്രാർത്ഥിക്കാൻ അങ്ങോട്ടിരുന്ന ബ്രദറെ അതൊരു പോരാട്ടം അല്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. പ്രാർത്ഥന നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങളുടെ വീട് ഒരു സ്വർഗമായിട്ട് മാറും. ഇച്ചിരുടെ ഗഹനമായിട്ട് ഈ ദൂതിലോട്ട് വരാം. ഇവിടെ എനിക്ക് ഇന്ന് ആത്മയുദ്ധങ്ങളെക്കുറിച്ചുള്ള ഭാഗങ്ങളിലോട്ടാണ് ഇന്നത്തെ ചിന്തകൾ വരാൻ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ നിയോഗം തന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. അപ്പം ഈ അപ്പോസ്തലന്മാർ എവിടെ ചെന്നറിയാമോ? സുവിശേഷകനായ ഫിലിപ്പോസിൻ്റെ വീട്ടിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഫിലിപ്പോസിൻ്റെ പിള്ളേർ ഷാർജ ഷെയ്ക്ക് ഉണ്ടാക്കി കൊടുത്തെന്നല്ല എഴുതിയേക്കുന്നത്. അവർ പ്രവചിക്കുന്ന പിള്ളേരാണ്. നിങ്ങൾക്ക് സ്വപ്നമുണ്ടോ? നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ നിങ്ങളുടെ മോള് മേളത്തെ നിലയിൽ പ്രവചിച്ച് താപ്പോട്ടിറങ്ങി വരണം. എന്തൊരു ആത്മീയ അനുഭവങ്ങളാണ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാം, ആത്മീകത്തിനാണ് ഒരു ദൈവവൈദ്യൻ്റെ ജീവിതത്തിൽ ഒന്നാമത്തെ സ്ഥാനം. നിന്റെ കുഞ്ഞ് ദർശനങ്ങൾ കാണണം, നിന്റെ കുഞ്ഞ് വെളിപ്പാടുകൾ കാണണം. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അവനെ കന്യകമാരും പ്രവചിക്കുന്നവരായ 4 പുത്രിമാരുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ വളരെ ദിവസം പാർത്തിരിക്കുമ്പോൾ അഗബോസ് എന്നൊരു പ്രവാചകനെ ദൈവാത്മാവുള്ളവരുടെ വീട്ടിൽ വന്നാൽ അങ്ങനെ പോകാൻ തോന്നുകയല്ല. അവിടെ വളരെ ദിവസം പാർത്തിരിക്കുമ്പോൾ അന്നൊക്കെ അങ്ങനെയാ. ദൈവദാസന്മാരുടെ വീട്ടിൽ വന്നാൽ പല ദിവസങ്ങൾ പാർക്കും. സ്തോത്രം. ഇന്നിപ്പോൾ അതെല്ലാം അങ്ങ് നിന്നുപോയി. അങ്ങനെയൊക്കെ തുടങ്ങണം. നമ്മുടെ വീട് ദൈവദാസന്മാർക്കും ദൈവവേലയ്ക്കും ഒക്കെ തുറന്നിടണം. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട് അവരെ വീട്ടിൽ കൊണ്ടുവന്ന് ഭക്ഷിപ്പിക്കുന്ന ആഹാരം കൊടുക്കുന്നതും ദൈവത്തിന് സ്തോത്രം അമ്മയൊക്കെ ഭയങ്കര അനുഗ്രഹമാണ്. അതുകൊണ്ട് ഓർക്കുന്നില്ലയോ? പണ്ടൊക്കെ അങ്ങനെയല്ലായിരുന്നു. സ്തോത്രം. ഇപ്പോൾ ആ കാലമൊക്കെ പോയി. പോട്ടെ, ആ കാലത്തിലേക്ക് തിരിച്ചു വരണം. നമുക്ക് വേഗം വാക്യത്തിലേക്ക് വരാം. അവൻ ഞങ്ങളുടെ അടുക്കൽ വന്ന് പൗലോസിന്റെ അരക്കച്ച എടുത്ത് തന്റെ കൈകാലുകളെ കെട്ടി. ഈ അരക്കച്ചയുടെ ഞങ്ങൾ അവിടെ വളരെ ദിവസം പാർത്തിരിക്കുമ്പോൾ അഗബോസ് എന്നൊരു പ്രവാചകൻ യഹൂദിയിൽ നിന്ന് വന്നു. അപ്പൊ പൗലോസും ചെന്നു. അഗബോസ് എന്ന പ്രവാചകൻ എവിടെ വന്നു? ഫിലിപ്പോസ്. ഇതൊക്കെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ കണക്ട് ചെയ്യുക. വന്നിട്ട് എന്താ സംഭവിച്ചത്? അവൻ ഞങ്ങളുടെ അടുക്കൽ വന്നു പൗലോസിന്റെ അരക്കച്ച എടുത്ത് തന്റെ കൈകാലുകളെ കെട്ടി. ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ യെരൂശലേമിൽ ഇങ്ങനെ കെട്ടി ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു എന്ന് പറഞ്ഞു. അഗബോസ് പരിശുദ്ധാത്മ നിയോഗിതനായിട്ടാണ് അവിടെ വന്നിട്ട് പൗലോസിന്റെ അരക്കച്ച എടുത്ത് അഗബോസിന്റെ കയ്യേലും കാലേലും കൂടെ കെട്ടിയിട്ട് പറഞ്ഞു, ഈ അരക്കച്ചയുടെ ഉടമസ്ഥൻ ആരാ? പൗലോസ്. യെരൂശലേമിൽ വെച്ച് ഇതുപോലെ ബന്ധിക്കപ്പെടും, ജാതികളുടെ കയ്യിൽ പോകുമെന്ന് അവിടെ വെച്ച് പ്രവചിച്ചു പറയും. അപ്പം ഞാനൊരു ദൂത് നിന്നോട് പറയാം. നിന്നോടൊരു ദൂത് പറയണമെങ്കിൽ നീ താമസിക്കുന്ന വീട്ടിൽ വന്ന് നിന്നോട് പറയാം ദൈവം വിശ്വസ്തനാണ്. കേട്ടോ? അഗബോസിൽ കൊണ്ടൊരു ദൂത് കൊടുത്തു വിടുക. ഇനി ഒന്ന് വായിച്ച് സ്തോത്രം. ഇത് കേട്ടാറേ യെരൂശലേമിൽ പോകരുതെന്ന് ഞങ്ങളും അവിടുത്തുകാരും അവനോട് അപേക്ഷിച്ചു. എല്ലാവരും അപേക്ഷിച്ചു. പൗലോസ് ദൈവം ചെയ്ത് എന്ത് ചെയ്യരുത്? യെരൂശലേമിൽ പോകരുത്. കാരണം ദൂതുണ്ട്, നിന്നെ കെട്ടും, നിന്നെ ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് ദൂതുണ്ട്. അതിന് പൗലോസ്, നിങ്ങൾ കരഞ്ഞ് എന്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നത് എന്താ? പൗലോസ് ചിരിച്ചോണ്ടാ മറുപടി പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ കരഞ്ഞ് എന്റെ ഹൃദയം എന്തിനാ തകർക്കുന്നേ? കർത്താവായ യേശുവിന്റെ നാമത്തിന് വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല യെരൂശലേമിൽ മരിപ്പാന് ഞാൻ ഒരുങ്ങിയിരിക്കുന്നത് ഉത്തരം പറഞ്ഞു. ഞാൻ ബന്ധിക്കപ്പെടാൻ മാത്രമല്ല, മരിക്കാൻ വരെ റെഡിയാ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങളാരും കരഞ്ഞ് തടയണ്ട, ഞാൻ യെരൂശലേമിൽ പോകും. ഒരാമയും വരുന്നില്ല. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ദൂത് പറയുക. നിങ്ങൾ ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി എന്തും ഏതുമാകാൻ നീ തയ്യാറാണെങ്കിൽ നിനക്ക് തുണ നിൽക്കുന്നവനാ കർത്താവ്.